ഞാൻ റെഡി ആവാൻ ഇത്തിരി സമയം എടുത്തു. റിയലി സോറി. ഗുഡ് മോർണിംഗ് ടു ഓൾ. Coffee Talk 7 a.m. program hosted by JCA Nilambur and Valanjeri Royal Sale call to order. ഇന്ന് 947 സെഷനാണ്. നമ്മൾക്ക് ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഷാജി മാരൂർ സാറാണ്. അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനായി നമ്മുടെ പ്രിയങ്കരിയായ ഷാഹിദ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ടീച്ചറെ, വെൽക്കം സ്പീച്ച്. ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. കോഫി ടോക്കിന്റെ 947 സെഷനിൽ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ കഴിഞ്ഞതിൽ, ഈ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഒപ്പം എൻ്റെ കൃതജ്ഞതയും കൂടെ രേഖപ്പെടുത്തുന്നു. രാവിലെ നമ്മൾക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് പോലും ഈ കോഫി ടോക്കിനെ നിറസാന്നിധ്യമാക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. കോഫി ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണെന്ന് നമുക്ക് പറയാം. അതിരാവിലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ട് പോലും നമ്മൾ എല്ലാവരും ഇതിൽ സജീവമാവുന്നത് ഈ ഒരു കോഫി ടോക്കിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇതിന്റെ കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ LO പ്രസിഡന്റുമാരായിട്ടുള്ള JFM നിതിൻ നാരായൺ സർ, അതുപോലെ ജിനി സാംസൺ മാം, കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ ഇഷാം ഐദർ സർ, അതുപോലെ ശ്രീജിത്ത് ചിറക്കൽ, രേഖ മാം, വെസ്റ്റൻ മുജീബ് സർ, എല്ലാവരെയും ഈ ഫ്ലോറിലേക്ക് ഹാർദവമായി വെൽക്കം ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അതല്ലേ എല്ലാം എന്ന വളരെ മനോഹരമായ ഒരു ടോപ്പിക്കുമായി നമ്മൾക്കിന്ന് ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്ന ഷാജി മാനൂർ സാറിനെയും ഹാർദവുമായിട്ട് ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഫ്ലോറിലുള്ള നമ്മുടെ എല്ലാ സമയത്തും ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഡ്വൈസ് ഒക്കെ നൽകി ഈ ഫ്ലോറിനെ സദാസമയം ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നാഗേഷ് സർ, അതുപോലെ കബീർ ദാസ് സർ, ശിവദാസ് സർ, മല്ലിക മാം, നസീമ മാം, ഇനിയും ഒരുപാട് പേരുകളുണ്ട്. നമ്മുടെ സമയം അത്രയും വിലപ്പെട്ടതായത് കൊണ്ട് എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് എല്ലാവരെയും ആർദവമായി വെൽക്കം ചെയ്യുന്നു. കൂടാതെ ഈ ഫ്ലോറിലെ എത്ര തിരക്കുകൾ ഉണ്ടായിട്ടും ആ സമയത്ത് തന്നെ ഫ്ലോറിൽ എത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇതിന്റെ ഓഡിയൻസ് പാർട്ടിസിപ്പൻസിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഫ്ലോറിന് വേണ്ടത്ര വളരെ ഭംഗിയോട് കൂടിയിട്ട് ഇതിന്റെ പോസ്റ്ററുകളെല്ലാം തയ്യാറാക്കുന്ന ഉസ്മാൻ സർ, അതുപോലെ തന്നെ ഇതിന്റെ നമ്മളേറ്റവും ബഹുമാനിക്കുന്ന നമ്മളേറ്റവും പ്രിയപ്പെട്ട മനോജ് സർ, ഇന്നത്തെ ചെയർമാനും അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷനും ഒക്കെ വളരെ ഭംഗിയോട് കൂടിയിട്ട് നടത്തുന്ന മനോജ് സാറിനെയും ഈ ഫ്ലോറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു. ഷാഹിദ് ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു വെൽക്കം സ്പീച്ച്. ടീച്ചർ സ്പീച്ച് ക്രാഫ്റ്റും സോൺ ട്രെയിനേഴ്സ് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ വെൽക്കം സ്പീച്ച് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ട്രെയിനർ ഷാജി മാരൂർ സാർ, അദ്ദേഹം JCAയുടെ സോൺ ട്രെയിനറാണ്. JCA എന്ന പ്രസ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ നോൺ JCs ഒക്കെ ധാരാളം ഉണ്ട്. JCA ഒരു ട്രെയിനറെ വാർത്തെടുക്കുന്ന, ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഒരു ട്രെയിനറാണ് ഷാജി സാർ. ഇന്നത്തെ സെഷൻ മനോഭാവം അതല്ലേ എല്ലാം, അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇന്നത്തെ ട്രെയിനറായ ഷാജി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ഷാജി മാരൂർ, സ്ഥലം കായംകുളമാണ്. തീർച്ചയായും കോഫി ടോക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരു സെഷൻ ചെയ്യുവാൻ അവസരം നൽകിയതിൽ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ സബ്ജക്റ്റ്
മനോഭാവം, അതല്ലേ എല്ലാം. അതിലേക്കാണ് നമ്മൾ വളരെ സാവകാശം വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ സ്റ്റോറിയിലൂടെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദ സ്റ്റോറി ഓഫ് എ ടീക്കപ്പ്. ഞാൻ ജീവിതത്തിൽ വെറും ഒരു ചെളിക്കൂമ്പാരം മാത്രമായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ആ സമയത്ത് എന്റെ മാസ്റ്റർ, എന്റെ ഗുരുനാഥൻ എന്നെ വളരെ സാവകാശം അതിൽ നിന്ന് പുറത്തേക്കെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് എന്നെ നന്നായി മോൾഡ് ചെയ്തു, നന്നായിട്ട് ഷേപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ശരിക്കും വേദനിച്ചു, നന്നായിട്ട് വേദനിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞു, ഇതൊന്ന് അവസാനിപ്പിക്കും. അപ്പോൾ എന്റെ ഗുരുനാഥൻ എന്റെ അടുക്കൽ പറഞ്ഞു, നോട്ട് എറ്റ്, ഇതുവരെ ആയിട്ടില്ല എന്ന് എന്റെ മാസ്റ്റർ എന്റെ അടുക്കൽ പറഞ്ഞു. എന്നിട്ടൊരു കറങ്ങുന്ന പൽചക്രത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് വെച്ചു. ആ പൽചക്രത്തിന്റെ മുകളിലിരുന്ന് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ കറങ്ങി കറങ്ങി ഞാൻ ശരിക്കും ഒരു രോഗിയായി തീർന്നു. അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് ഞാൻ എന്റെ മാസ്റ്റർ അടുക്കൽ പറഞ്ഞു, ഈ പ്രോസസ്സ് ഒന്ന് അവസാനിപ്പിക്കൂ, ഈ പ്രക്രിയ ഒന്ന് അവസാനിപ്പിക്കൂ. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, നോട്ട് എറ്റ്, ഇതുവരെ ആയിട്ടില്ല എന്ന് എന്റെ മാസ്റ്റർ എന്റെ അടുക്കൽ പറഞ്ഞു. എന്നിട്ട് വളരെ സാവകാശം അദ്ദേഹം എന്നെ ആ പൽചക്രത്തിൽ നിന്ന് പുറത്തേക്കെടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു കത്തുന്ന ഫർണസിലേക്ക്, ഒരു തീച്ചൂളയിലേക്ക് എന്നെ കൊണ്ടുവന്ന് വെച്ചു. ആ തീച്ചൂളയുടെ ചൂട് സഹിക്കാൻ കഴിയാതെ ഞാൻ അതിനകത്തിരുന്ന് ഇങ്ങനെ വെന്തുരുകാൻ തുടങ്ങി. അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് എന്റെ മാസ്റ്റർ അടുക്കൽ പറഞ്ഞു, ഈ പ്രോസസ്സ് ഒന്ന് അവസാനിപ്പിക്കൂ. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, നോട്ട് എറ്റ്, ഇതുവരെ ആയിട്ടില്ല എന്ന് അദ്ദേഹം എന്റെ അടുക്കൽ പറഞ്ഞു. എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. രക്ഷപ്പെടുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ എങ്ങനെ ആ ഗ്ലാസ് വാതിലിനകത്ത്, ആ ഗ്ലാസ് ചേംബറിനകത്ത് ഇങ്ങനെ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ആ ഗ്ലാസ് വാതിലിന്റെ, ആ തീച്ചുളയുടെ ഗ്ലാസ് വാതിൽ ഇങ്ങനെ വളരെ സാവകാശം തുറന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്കിപ്പോൾ പുറത്തേക്ക് വരാം. ഞാൻ സാവകാശം പുറത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ഒരു കണ്ണാടി കൊണ്ടുവന്നിട്ട് എന്റെ അടുക്കൽ പറഞ്ഞു, നീ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ. ഞാൻ ആ കണ്ണാടിയിലേക്ക് നോക്കി. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മനോഹരമായ നല്ല ഒരു ചായക്കപ്പായി മാറിയിരിക്കുന്നു. അപ്പോൾ എന്റെ മാസ്റ്റർ, എന്റെ ഗുരുനാഥൻ കുറച്ച് കാര്യങ്ങൾ എന്റെ അടുക്കൽ പറഞ്ഞു തന്നു. നീ ചെളിക്കൂമ്പാരത്തിൽ നിന്ന് ഒരു ചെളിക്കൂമ്പാരമായിട്ട് നീ അങ്ങനെ കിടന്ന സമയത്താണ് ഞാൻ നിന്നെ പുറത്തേക്കെടുത്ത് നന്നായിട്ട് മോൾഡ് ചെയ്തത്, ഷേപ്പ് ചെയ്തത്. അപ്പോൾ നിനക്ക് ശരിക്കും വേദനിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോഴും ചെളിക്കൂമ്പാരമായിട്ട്, ജീവിതത്തിൽ വെറും ചെളിക്കൂമ്പാരമായിട്ട് അങ്ങനെ കിടന്നു പോയേനെ. അങ്ങനെ കിടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിന്നെ പുറത്തേക്കെടുത്ത് നന്നായിട്ട് മോൾഡ് ചെയ്തത്, ഷേപ്പ് ചെയ്തത്. പൽചക്രത്തിന്റെ മുകളിൽ നിനക്ക് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ ദീർഘകാലം ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൽചക്രത്തിന്റെ മുകളിലൂടെ നിന്നെ ഞാൻ കടത്തിക്കൊണ്ടുപോയത്. തീച്ചൂളയിൽ നിനക്ക് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ ജീവിതത്തിൽ വളരെ എളുപ്പം ഉടഞ്ഞു പോയേനെ, വളരെ പെട്ടെന്ന് നീ ഉടഞ്ഞു പോയേനെ. അങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഫർണസിലൂടെ, തീച്ചൂളയിലൂടെ നിന്നെ ഞാൻ കടത്തിക്കൊണ്ടുപോയത്. എനിക്കറിയാമായിരുന്നു നീ അവസാനം ഈ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോയിട്ട് നീ അവസാനം മനോഹരമായ നല്ല ഒരു ചായക്കപ്പായി മാറും എന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഈ ഒരു കഥ നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം, ജീവിതത്തിൽ ഇതേപോലെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് സക്സസിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക, വിജയത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഏരിയ ആണ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം, നമ്മളുടെ മനോഭാവം. ആ മനോഭാവത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വിജയമോ പരാജയമോ സംഭവിക്കുന്നത്. നമ്മുടെ മനോഭാവങ്ങൾക്ക് അനുസരിച്ചാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അപാരമായ, അസാധ്യമായ കഴിവുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി. 1952 വരെ സയൻസ് പറഞ്ഞു മനുഷ്യൻ 1 മൈൽ ദൂരം 4 മിനിറ്റ് കൊണ്ട് ഓടാൻ സാധ്യമല്ല. അങ്ങനെ ഓടാൻ ശ്രമിച്ചാൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടും,
അവന്റെ ബ്ലഡ് പ്രഷർ കൂടും, അവന്റെ ശ്വസനത്തിൽ വ്യത്യാസമുണ്ടാകും, അത് അവനെ മരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഓടാൻ സാധ്യമല്ല എന്ന് 1952 വരെ സയൻസ് പറഞ്ഞു. പക്ഷെ 1954 മെയ് 6 ലോകത്തിൽ ആദ്യമായി 1952 ഒളിമ്പിക്സിൽ 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ പരാജയപ്പെട്ട ജോർജ് ബെനിസ്റ്റർ എന്ന് പറയുന്ന 25 വയസ്സ് പ്രായമുള്ള മെഡിക്കൽ വിദ്യാർത്ഥി ലോകത്തിൽ ആദ്യമായി, ഇംഗ്ലണ്ടിൽ വെച്ച് ലോകത്തിൽ ആദ്യമായി 1 മൈൽ ദൂരം 3 മിനിറ്റ് 59 സെക്കൻഡ് കൊണ്ടുകൂടി ആ മെന്റൽ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തു. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. കൃത്യം 46 ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓസ്ട്രേലിയക്കാരൻ ലോകത്തിൽ ആദ്യമായി 1 മൈൽ ദൂരം 3 മിനിറ്റ് 59 സെക്കൻഡ് കൊണ്ടോടി ആ മെന്റൽ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തു. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. 1954 മെയ് 6 മുതൽ 2011 ഒക്ടോബർ 2 വരെ ലോകത്തിൽ ആദ്യമായി ലോകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ ഏകദേശം 1192 ആൾക്കാർ 4000-ൽ പരം പ്രാവശ്യം 1 മൈൽ ദൂരം 3 മിനിറ്റ് 59 സെക്കൻഡ് കൊണ്ടോടി ആ മെന്റൽ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തു. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായി വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന് നമ്മൾ പറയും. ആ മനോഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനോടും മറ്റ് വ്യക്തികളോടുമുള്ള നമ്മളുടെ മാനസികമായ സമീപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന് നമ്മൾ പറയുന്നത്. ആറ്റിറ്റ്യൂഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ക്രിയാത്മകമായ മനോഭാവവും നിഷേധാത്മകമായ മനോഭാവം. അതിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ക്രിയാത്മകമായ മനോഭാവമാണ് നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ക്രിയാത്മകമായ ഭാഗത്തേക്ക്, അതിൻ്റെ വെളിച്ചമുള്ള ഭാഗത്തേക്ക് നോക്കി ചിന്തിക്കുകയും അതിലൂടെ ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രിയാത്മകമായ മനോഭാവം. അതിലൂടെ നമ്മൾക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നു, നമ്മൾക്ക് വിജയത്തിന്റെ പടവുകളിലേക്ക് വളരെ സാവകാശം കടന്നു പോകുവാനായിട്ട് സാധിക്കുന്നു. മറിച്ച് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ, നിഷേധാത്മകമായ ചിന്തകൾ എന്ന് പറയുമ്പോൾ അത് നമ്മളെ മാനസികമായി തകർത്ത് കളയുന്നു. ദെൻ ജീവിതത്തിനോടുള്ള നമ്മളുടെ ഒരു ആസക്തി നഷ്ടപ്പെടുന്നു. ഏത് സമയവും നമ്മൾക്ക് നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് ജീവിതത്തിന്റെ വെളിച്ചം നമ്മൾ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിജയത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ക്രിയാത്മകമായ മനോഭാവം. ആ ക്രിയാത്മകമായ മനോഭാവം എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അതിനൊരു 3-4 സ്റ്റെപ്സുകൾ നമ്മൾ പറയുന്നു. നിങ്ങൾ അതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഒരു നോട്ട് പാഡും ഒരു പെന്നും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതില് ആ പേപ്പറിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. നിങ്ങൾ കുറച്ച് വലുതാക്കി ഒരു സ്ക്വയർ വരയ്ക്കുക. അതേപോലെ തന്നെ ആ പേപ്പറിന്റെ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. അതും വലുതാണോ സാറേ വേണ്ടേ? അതും വലുതാണോ? വലുതായിട്ട് വരയ്ക്കുക. ഇനി ആ ലെഫ്റ്റ് സൈഡിലുള്ള ഇടത് സൈഡിലുള്ള സ്ക്വയറിലെ നന്നായിട്ട് നിങ്ങളുടെ പെൻ കൊണ്ട് നന്നായിട്ട് അങ്ങ് കുത്തി വരയ്ക്കുക. ശരിക്കും അങ്ങ് കുത്തി വരയ്ക്കുക, നന്നായിട്ട് കുത്തി വരയ്ക്കുക.
ഇനി റൈറ്റ് സൈഡിലുള്ള സ്ക്വയറിനകത്ത് കോൺഫിഡൻസ് എന്ന് എഴുതുക. കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് എഴുതുക. ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവരൊന്ന് ചാറ്റ് ബോക്സിലൊന്ന് നിങ്ങളുടെ ആൻസർ ഒന്ന് കൊടുക്കുക. യെസ്. വീണ്ടും പേപ്പറിന്റെ ടോപ്പ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളൊരു കർവ് വരച്ചിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പേന കൊണ്ട് കുത്തി വരച്ചിട്ടുണ്ട്. അതിൽ കോൺഫിഡൻസ് എന്നൊന്ന് എഴുതുക. ആ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. ചാറ്റ് ബോക്സിൽ വരിക. യെസ് ഓർ നോ. എന്താണ് റിസൾട്ട്? എന്താണ്? പേപ്പറിലെ ഏറ്റവും ടോപ്പിലെ ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്വയറിൽ നമ്മൾ നന്നായിട്ട് കുത്തി വരച്ചിട്ടുണ്ട് അല്ലെ? അതെന്താണ്? തോട്ട്സ് ആണ്, ചിന്തകളാണ്. നമ്മൾ കോൺഫിഡൻസ് എന്ന് എഴുതിയപ്പോൾ അവിടെ തെളിയുന്നില്ല, മനസ്സ് തെളിയുന്നില്ല. മറിച്ച് റൈറ്റ് സൈഡിൽ നമ്മൾ ആ സ്ക്വയറിനകത്ത് പേന കൊണ്ട് ഒന്നും നേരെ ചെയ്തിട്ടില്ല, നമ്മൾ കോൺഫിഡൻസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവിടെ നമ്മൾക്ക് എന്തുണ്ട്? നല്ല തെളിച്ചമുണ്ട്. അപ്പോൾ മനസ്സിന്റെ തെളിച്ചം, മനസ്സിലെ ശുഭചിന്തകളാണ് ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ എന്താണ് ആറ്റിറ്റ്യൂഡ്, എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ആറ്റിറ്റ്യൂഡിനെ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചില ടിപ്സുകളെ നമ്മൾക്ക് ഇന്ന് പരിചയപ്പെടാം. അതിലെ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ യുവർ നെഗറ്റീവ് തോട്ട്സ് എന്നുള്ളതാണ്. കൺട്രോൾ യുവർ നെഗറ്റീവ് തോട്ട്സ്. നിഷേധാത്മകമായ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. നിഷേധാത്മകമായ ചിന്തകൾ, ചിന്തകൾ ഇല്ലാത്ത ഒരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ചിന്തകൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ചിന്തകൾ നെഗറ്റീവ് ആണോ അതല്ല പോസിറ്റീവ് ആണോ എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ആദ്യമായി ഉണ്ടാകേണ്ടത് നമ്മളുടെ ചിന്തകളെ, നിഷേധാത്മകമായ ചിന്തകളെ, നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൺട്രോൾ ചെയ്യണം. എനിക്കത് ചെയ്യാൻ സാധ്യമല്ല, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്, ഇതിനെ ഒന്നും എനിക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധ്യമല്ല, എന്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നില്ല, ഇതേപോലെയുള്ള നിഷേധാത്മകമായ ചിന്തകളെ നിങ്ങൾ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് നെഗറ്റീവ് തോട്ട്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ക്ലാസിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ജീവിതം നമ്മൾക്ക് നൽകിയിട്ടുള്ള എല്ലാ സുഖാനുഭൂതികളോടും, എല്ലാ സന്തോഷങ്ങളോടും, എല്ലാ അനുഗ്രഹങ്ങളോടും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, ഇരിക്കാൻ സാധിക്കുന്നുണ്ട്, നടക്കാൻ സാധിക്കുന്നുണ്ട്, ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിരവധി അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട്
ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഇത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺട്രോൾ ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളോടും നമ്മൾ എന്ത് ചെയ്യുക, നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഇത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളുടെ ശരീരത്തിനോട് തന്നെ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടേയിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ എം എ വിന്നർ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അതേപോലെ തന്നെ ഐ ക്യാൻ, ഐ വിൽ, ഐ മസ്റ്റ്, ഇതെല്ലാം ഇതേപോലെയുള്ള ഒരുപാട് പോസിറ്റീവ് സ്റ്റോക്കുകളുണ്ട്, സെൽഫ് സ്റ്റോക്കുകളുണ്ട്. എപ്പോഴും നമ്മൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. നമ്മളുടെ ശരീരത്തിനോട് നമ്മളൊരു പോസിറ്റീവ് ടോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുമായി നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുക. നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മൾ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, ഒരിക്കലും അത് ചെയ്യാനേ പാടില്ല. ഒരിക്കലും ആ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുവാൻ പാടില്ല. ഒരിക്കലും ആ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുവാനേ പാടില്ല. ആ രീതിയിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതിനെക്കുറിച്ച് നമ്മളുടെ കൂടെ സംസാരിച്ച് നമ്മളുടെ മാനസികാവസ്ഥയെ തകരാറിലാക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ സമയം വിട്ടുനിൽക്കുക. ബേസിക്കലി ഐ എം എ കൗൺസിലർ. 2006 MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിൽ ഡിപ്ലോമ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് സെഷൻസ് അങ്ങനെ അധികം ചെയ്യാറില്ല എന്ന് പറയാൻ ഒരു പ്രധാന കാരണം, പലപ്പോഴും നമ്മൾ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് എന്താണ് നമ്മൾ കേൾക്കാറുള്ളത്, നമ്മൾ പലപ്പോഴും എന്നല്ല, ഏകദേശം ഒരു 99% നമ്മൾ നെഗറ്റീവ് ടോക്കാണ് കേൾക്കുന്നത് ആ ആളിന്റെ. പക്ഷെ നമ്മൾ ആ ആളിൽ നമ്മൾ സാന്ത്വനമായി മാറുകയാണ്. കൗൺസിലിംഗ് അത് വേറൊരു ഏരിയ ആണ്. ഞാൻ പറഞ്ഞത് നമ്മളെ വ്യക്തിപരമായി നിരുത്സാഹപ്പെടുത്തുന്ന, നമ്മളെ ശരിക്കും ഒരു കാര്യത്തിന്, ഒരു പ്രവൃത്തിയും ചെയ്യാൻ സമ്മതിക്കാത്ത വ്യക്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കൂടുതൽ സമയം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളുമായി കൂടുതലായിട്ട് ഇടപഴകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെത്തുക, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് സഹകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകും. ഇപ്പോൾ JCI പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിലൊക്കെ തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് മനോഭാവം, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ ചിന്തിക്കുക, ആ പ്രോബ്ലത്തെ നമ്മൾ ഫേസ് ചെയ്യുക, ദെൻ അതിനെ നമ്മൾ ഓവർകം ചെയ്യുക. ഞാൻ പറഞ്ഞു, ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അപാരമായ അസാധ്യമായ കഴിവുള്ള ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന 99% പ്രശ്നങ്ങളെയും നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ആൻഡ്രൂ കർണജിയുടെ അടുക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ജീവിതത്തിൽ സക്സസ് കണ്ടെത്തുന്നത്, എങ്ങനെയാണ് അങ്ങ് ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർണത്തിന്റെ അസംസ്കൃത പദാർത്ഥത്തിൽ നിന്ന് എങ്ങനെയാണോ ശുദ്ധമായ സ്വർണം കണ്ടെത്തുന്നത്, ശുദ്ധമായ സ്വർണം ഉണ്ടാക്കിയെടുക്കുന്നത്, അതേപോലെയാണ് വിജയം കണ്ടെത്തുന്നത്.
അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, ഒന്നുകൂടെ വിശദമാക്കാമോ, ഒന്നുകൂടെ വിശദമായി പറയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വർണത്തിന്റെ അസംസ്കൃത പദാർത്ഥം, അതായത് 100 കിലോ അസംസ്കൃത പദാർത്ഥം സംസ്കരിച്ചാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വെറും 100 ഗ്രാം മാത്രമാണ്. ബാക്കി സ്വർണം കംപ്ലീറ്റ് എന്താണ്, വേസ്റ്റ് ആണ്. 100 ഗ്രാം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ 100 ഗ്രാം സ്വർണത്തിലേക്ക് ഫോക്കസ് ചെയ്യുമോ, അതല്ല വേസ്റ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പത്രപ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾ ആ 100 ഗ്രാം സ്വർണത്തിലേക്ക് ഫോക്കസ് ചെയ്യും. ഇതേപോലെയാണ് നമ്മളുടെ ഗോളിലേക്ക്, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എപ്പോഴൊക്കെ ഫോക്കസ്ഡ് ആകുന്നുവോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മൾക്ക് സക്സസിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിന് സഹായിക്കുന്ന ഏരിയ ആണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ക്രിയാത്മകമായ മനോഭാവം. ദെൻ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ക്രിയാത്മകമായ മനോഭാവം ഡെവലപ്പ് ചെയ്യാനുള്ള അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദിവസവും രാവിലെ പോസിറ്റീവായി തുടങ്ങുക എന്നുള്ളതാണ്. ഒരു ദിവസം ആരംഭിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. എങ്ങനെയാണോ നമ്മൾ ഉറക്കം ഉണരുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന ഒരു മൂഡ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ദിവസം രാവിലെ ഉറക്കം ഉണരുന്നു, ഒരാള് അലാമൊക്കെ സെറ്റ് ചെയ്തു, 5 മണിക്ക് അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, എന്നിട്ട് 5 മണിക്ക് അയാൾ ഉറക്കം ഉണർന്നു. ഉറക്കം ഉണർന്ന സമയത്ത് അയാളുടെ മൂഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അന്നത്തെ ദിവസം കൂടുതൽ സമയം അയാൾ നെഗറ്റീവ് ചിന്തകളിലൂടെ കടന്നു പോകുന്നു എന്നാണ് സയൻസ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും എന്റെ അഭിപ്രായങ്ങളല്ല, റിസർച്ചിലൂടെ കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുവെന്ന് മാത്രമാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റുന്നത്, എങ്ങനെ പോസിറ്റീവായിട്ട് തുടങ്ങാൻ പറ്റും? അപ്പോൾ ഉറക്കം ഉണരുന്ന സമയത്ത് തന്നെ ഒരല്പസമയം, ഒരു 2-3 സെക്കൻഡ് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാതെ നമ്മുടെ പരിസരം ഒന്ന്, ഉറക്കം ഉണരുന്ന സമയത്ത് നമ്മുടെ പരിസരം ഒന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ചാടി എഴുന്നേൽക്കുന്നതിന് പകരം സാവകാശം എഴുന്നേൽക്കുക. പലരും പറയാറുണ്ട് ചാടി എഴുന്നേൽക്കണം എന്നൊക്കെ പറയാറുണ്ട്. സാവകാശം എഴുന്നേൽക്കുക. നിങ്ങൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഒരു 2 മിനിറ്റ് സമയം ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി, നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കും എന്നുള്ളതാണ്. സോ അന്നത്തെ ഒരു ദിവസം നമ്മളുടെ ഒരു എനർജി, നമ്മളൊന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം നമ്മളുടെ ലൈറ്റ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകാം. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, യാത്ര പോകേണ്ടത്, അവിടേക്ക് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾക്ക് യാത്ര പോകുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് ബുക്സുകൾ വായിക്കുക. ദിവസവും, എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ സമയം നമ്മൾ എന്ത് ചെയ്യുക, റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ നമ്മൾക്കൊരു ക്രിയാത്മകമായ മനോഭാവം നമ്മൾക്ക് സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്രിയാത്മകമായ മനോഭാവം ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായ ഘടകമാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ആറ്റിറ്റ്യൂഡിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതിലെന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ ഒരു 5-6 ടിപ്സുകളിലൂടെ നമ്മൾ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അടുത്ത ദിവസത്തിൽ ഇതുവരെയുള്ള റൊട്ടീനിൽ നിന്ന് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരുത്തുവാനായിട്ട് സാധിക്കുന്നത്. അതിലെ ഒരു മാറ്റം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യും. ഓക്കെ,
താങ്ക് യു. അപ്പോൾ എന്താണ് ആറ്റിറ്റ്യൂഡ്? എന്താണ്? ദെൻ ആറ്റിറ്റ്യൂഡിനെ രണ്ടായിട്ട് തിരിക്കുന്നു, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അതിന് ആദ്യത്തെ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എങ്ങനെ നമുക്ക് നമ്മളുടെ നെഗറ്റീവ് തോട്ട്സിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ തിരിച്ചറിയുക. ഐഡന്റിഫൈ യുവർ തോട്ട്സ്. രജനി, ഓക്കെ. കാഴ്ചയിൽ ഒരല്പം കാഴ്ച കുറവുള്ളതുകൊണ്ട് ചിലര് ചാറ്റ് ചെയ്ത് എനിക്ക് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഐഡന്റിഫൈ യുവർ തോട്ട്സ്. ചിന്തകളെ തിരിച്ചറിയുക എന്ന് പറയുന്നു. ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ അതിനെ തിരിച്ചറിയുക. എന്നിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വന്നിരിക്കുന്നു. അപ്പോൾ ആ ചിന്തയെ ഞാൻ എന്ത് ചെയ്യുക? പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളതാണ്. ഐഡന്റിഫൈ യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ തിരിച്ചറിയുക. ലൈഫിൽ എപ്പോഴെങ്കിലും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മളുടെ ചിന്തകളിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വന്നു കഴിയുമ്പോൾ ഇത് നെഗറ്റീവ് ആണോ അതോ പോസിറ്റീവ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നെഗറ്റീവ് ചിന്തകളെ നമ്മൾക്ക് ബ്രേക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചിന്തകളുടെ സത്യസന്ധത പരിശോധിക്കുക എന്നുള്ളതാണ്. ചേഞ്ച് യുവർ തോട്ട്സ്. ഇതിന്റെ ഒരു ട്രൂത്ത്, അതിന്റെ ഒരു സത്യം വരുന്ന ചിന്ത അത് നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവിന്റെ സത്യസന്ധത എന്താണ്, അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചില വ്യക്തികളിലെങ്കിലും രോഗത്തെ കുറിച്ചുള്ള ഭയമുണ്ട്, രോഗങ്ങളെ കുറിച്ചുള്ള ഭയം. ആ രോഗങ്ങളെ കുറിച്ചുള്ള ഭയം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുക. ചിലർ വെറുതെ ഭയക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അടിവയറ്റിൽ ഒരു വേദന വന്നു. മിക്കവാറും കാണുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മളുടെ നെഞ്ചിന്റെ ഭാഗങ്ങളിൽ ഒരു പക്ഷേ ഒരു ചെറിയ പെയിൻ വന്നു, ഒരു കുഞ്ഞു വേദന വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമോ? അതിന്റെ സത്യസന്ധത നമ്മൾ മനസ്സിലാക്കുക. അതോ ഇത് ഗ്യാസ് കൊണ്ടുണ്ടായതാണോ? അപ്പൊ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ഒന്നുകിൽ ഡോക്ടറെ കാണാം, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തോട്ട്. ഇപ്പോൾ നമ്മളുടെ ചിന്തകളുടെ സത്യസന്ധത നമ്മൾ പരിശോധിക്കുക എന്നുള്ളതും നെഗറ്റീവ് തോട്ടിനെ ബ്രേക്ക് ചെയ്യുവാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. അതായത് ചിന്തകളിൽ നിന്ന് കുറച്ച് മാറി നിന്ന് അതിനെ വീക്ഷിക്കുക എന്നൊക്കെ പറയും. നിരന്തരമായി നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് ആ ചിന്തകളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുക, നമ്മളൊന്ന് മാറി നിൽക്കുക. അതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ആ രീതിയിലുള്ള ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മൾ കുറച്ച് മാറി നിൽക്കുക, മാറി നിന്നിട്ട് നമ്മളിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുക എന്നൊക്കെ പറയും. വിട്ടു നിന്നിട്ട് ആ ചിന്തകളെ നമ്മൾ ഇങ്ങനെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നെഗറ്റീവ് ചിന്തകളെ ഒരു പരിധി വരെ നമ്മൾക്ക് ബ്രേക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ നിരന്തരമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കടപ്പുറത്ത് ഒരു കുഞ്ഞു കിളി ഒരു പാറയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ തിരമാലകൾ ഇങ്ങനെ ആർത്തലച്ചു വരുന്നുണ്ട്. ഓരോ തിര വരുമ്പോഴും, പാറയിലേക്ക് ഓരോ തിര ഇങ്ങനെ വരുമ്പോഴും ഈ കുഞ്ഞു കിളി എന്ത് ചെയ്യും? ഒന്ന് പറന്നു പോകും, വീണ്ടും ഇരിക്കും. വീണ്ടും തിര വരുമ്പോൾ എന്ത് ചെയ്യും? അതിനേക്കാൾ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് പറക്കും, ഒന്നുകൂടെ ഒന്ന് പറന്നു പോകും, വീണ്ടും ഇരിക്കും. അപ്പോൾ മുകളിലൂടെ പറന്നു പോയ പക്ഷിക്കൂട്ടം ചോദിച്ചു, നീ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്? നീ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുന്നത്? അപ്പോൾ കുഞ്ഞു പക്ഷി പറഞ്ഞു, ഓരോ തിര, എത്രമേൽ തിര ഉയരത്തിലേക്ക് വരുന്നോ ഞാൻ അതിനേക്കാൾ ഉയരത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറന്നു പോകും, കുറച്ചുകൂടെ ഞാൻ പറന്നു പോകും, വീണ്ടും ഇരിക്കും.
അപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾക്ക് നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും. ആ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാറി നിന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. ഇത് നെഗറ്റീവ് ചിന്തകളെ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ്. അടുത്ത ഒരു ഏരിയ ആണ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. എല്ലാ വ്യക്തികൾക്കും ഇന്നലകളെ കുറിച്ചും അതേപോലെ വരാൻ പോകുന്ന കാലങ്ങളെ കുറിച്ചുമൊക്കെയുള്ള ആകുലതകളുണ്ട്. ഫ്യൂച്ചർ എന്തായി തീരും, ഇനി ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആകുലതകളുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഞാൻ ഇന്നതുപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ആവർത്തിച്ചിരുന്നുവെങ്കിൽ എനിക്ക് സക്സസിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചുള്ള നിരാശപ്പെടുത്തുന്ന ചിന്തകൾ. ഒരിക്കൽ ക്ലാസ് റൂമിൽ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ അടുക്കൽ ചോദിച്ചു, ഏറ്റവും എളുപ്പം പകരുന്ന രോഗം ഏതാണ്? അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, HIV പോസിറ്റീവാണ് ഏറ്റവും എളുപ്പം പകരുന്ന രോഗം. അധ്യാപകൻ പറഞ്ഞു, നീ പറഞ്ഞ ആൻസർ തെറ്റാണ്. ഏറ്റവും എളുപ്പം പകരുന്ന രോഗം എന്ന് പറയുന്നത് ജീവിതത്തെ കുറിച്ചുള്ള നിരാശയാണ്. അത് നിങ്ങളെ മാനസികമായും ശാരീരികമായും ശരിക്കും തകർത്ത് കളയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തെ കുറിച്ച് നമ്മൾക്ക് ഒരു നിരാശ ആവശ്യമില്ല. എല്ലാ പ്രശ്നങ്ങളെയും 99% പ്രശ്നങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും. 1% പ്രശ്നങ്ങളാണ് പരിഹരിക്കുവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. 1%. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഫോർ എക്സാമ്പിൾ, ഒരു വേർപാട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ബ്രദർ മരിച്ചുപോയി. എനിക്കത് എൻ്റെ ജീവിതം അവസാനിക്കുന്നത് വരെ എനിക്കത് മറക്കുവാനായിട്ട് സാധ്യമല്ല. പിന്നെ ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് എനിക്ക് ആ പ്രശ്നത്തിൽ നിന്ന് വളരെ പതുക്കെ മുക്തനാകാനേ സാധിക്കത്തുള്ളൂ. പക്ഷെ എങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് നമ്മൾ വരും. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കാതിരിക്കുക. ചിന്തകൾ വന്നോട്ടെ, ചിന്ത ഇങ്ങനെ വന്നോട്ടെ, അതിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നിയന്ത്രിക്കാൻ പോകാതിരിക്കുക. സോ ആ ചിന്തകളെ നമ്മൾ തിരിച്ചറിയുക. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് തിരിച്ചറിയുക. നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ചിന്തകളിൽ നിന്ന് മാറി നിന്ന് ആ ചിന്തകളെ വീക്ഷിക്കുക. അത് നല്ലൊരു മാർഗമാണ്. ദെൻ മൈൻഡ്ഫുൾനെസ്. ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തേതിൽ മാത്രമായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആകുക. നാളെയെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ളതല്ല. നാളെക്കുറിച്ചുള്ള ചിന്തകൾ തീർച്ചയായിട്ടും ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായ ഘടകമാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ പ്രവർത്തികളിലേക്ക് കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ, ഫോക്കസ്ഡ് ആകുമ്പോൾ നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് നമ്മൾ മൈൻഡ്ഫുൾനെസ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് സമയം നമ്മൾ മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായി വേണ്ടുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ് പോസിറ്റീവായിട്ടുള്ള മനോഭാവം, ക്രിയാത്മകമായിട്ടുള്ള മനോഭാവം. അതിന് നമ്മൾ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയും. അതിന് വേണമെങ്കിൽ നമുക്ക് ഒപ്റ്റിമിസം എന്നൊക്കെ പറയാം. ഒരിക്കൽ മരുഭൂമിയിലൂടെ ഒരു യാത്രാ സംഘം ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ നടന്നു വന്നു. അപ്പോൾ യാത്രാ സംഘം ആ ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു വന്ന ആ വ്യക്തിയുടെ അടുക്കൽ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? അയാൾ പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോകുന്നു. അപ്പോൾ യാത്രാ സംഘം അയാളെ നോക്കി ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയിൽ എവിടെ പോയിട്ടാണ് നിങ്ങൾ കുളിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ യാത്രക്കാരൻ പറഞ്ഞു, ഈ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു മരുപ്പച്ച ഉണ്ടാവും, ഞാൻ അവിടെ പോയി കുളിക്കും എന്ന് ആ യാത്രക്കാരൻ പറഞ്ഞു. അപ്പോൾ ക്രിയാത്മകമായ മനോഭാവം ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായി വേണ്ടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അപ്പൊ നമ്മുടെ ഈ സെഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചായക്കപ്പിന്റെ കഥയിലൂടെയാണ്, സ്റ്റോറി ഓഫ് എ ടീ കപ്പ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്, എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ആറ്റിറ്റ്യൂഡിനെ 2ആയിട്ട് തിരിക്കുന്നു, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതിൽ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അതിന്റെ ഒരു 4-5 ടിപ്സുകൾ നമ്മൾ ചർച്ച ചെയ്തു.
ദെൻ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുത്തി. ദെൻ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ നിഷേധാത്മകമായ ചിന്തകളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള ചില ടിപ്സുകളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് മൈൻഡ്ഫുൾനെസ്സിലെ ഏറ്റവും നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഏറ്റവും നന്നായി സഹായിക്കുന്നു ഒരു ചെറിയ മെഡിറ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. യെസ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ടിപ്സുകൾ ഒന്നുകൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഒന്ന്, ചിന്തകളെ നിയന്ത്രിക്കുക, കൺട്രോൾ യുവർ തോട്ട്സ്. ദെൻ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പോസിറ്റീവായിട്ട് ആരംഭിക്കുക. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുമായി കൂടുതൽ സമയം നാം ഇടപഴകുക. പോസിറ്റീവ് സെൽഫ് ടോക്ക് നടത്തുക. ദെൻ പരാജയങ്ങളെ പാഠങ്ങളാക്കുക. ഇത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നു. പ്രധാനപ്പെട്ട ഘടകം. ചാറ്റ് ബോക്സിൽ കമന്റ് വന്നുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ നമുക്കൊരു ചെറിയ ഒരു മെഡിറ്റേഷനിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് നിങ്ങളുടെ ചെയറിൽ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക, നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക. ദെൻ ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ സാവകാശം അടയ്ക്കുക. നിങ്ങളുടെ ബ്രീത്തിൽ മാത്രമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ ബ്രീത്തിൽ മാത്രമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ ചിന്തകളെ സാവകാശം നെറ്റിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ചിന്തകളെ സാവകാശം നെറ്റിയിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. നിങ്ങളുടെ ശ്രദ്ധയെ സാവകാശം നിങ്ങളുടെ പുരികത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശ്രദ്ധയെ സാവകാശം പുരികങ്ങളിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. നിങ്ങളുടെ ശ്രദ്ധയെ സാവകാശം കണ്ണുകളിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. ശ്രദ്ധയെ സാവകാശം കൺപീലികളിലേക്ക് കൊണ്ടുവരും. റിലാക്സ്. ശ്രദ്ധയെ സാവകാശം രണ്ട് കവിളുകളിലേക്ക് കൊണ്ടുവരും. ശ്രദ്ധയെ സാവകാശം രണ്ട് കവിളുകളിലേക്ക് കൊണ്ടുവരും. റിലാക്സ്. രണ്ട് ചെവികളിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധയെ സാവകാശം നിങ്ങളുടെ മൂക്കിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധയെ സാവകാശം നിങ്ങളുടെ താടിയിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. ശ്രദ്ധയെ സാവകാശം നിങ്ങളുടെ തൊണ്ടയിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്.
ശ്രദ്ധേയസാവകാശം നിങ്ങളുടെ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. പൂർണ്ണമായും നിങ്ങളുടെ ഹാർട്ട് ബീറ്റിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. റിലാക്സ്. ശ്രദ്ധേയസാവകാശം നിങ്ങളുടെ വയറ്റിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. ഹിപ്പിലേക്ക് കൊണ്ടുവരിക. രണ്ട് തൈസിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. രണ്ട് കാൽമുട്ടുകളിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. കണങ്കാലുകളിലേക്ക് കൊണ്ടുവരിക. കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. കാൽവിരലുകളിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധേയസാവകാശം നിങ്ങളുടെ നട്ടെല്ലിലേക്ക് കൊണ്ടുവരിക. റിലാക്സ്. ശ്രദ്ധേയസാവകാശം രണ്ട് കരങ്ങളിലേക്കും വിരലുകളിലേക്കും കൊണ്ടുവരും. രണ്ട് കൈകളിലേക്കും വിരലുകളിലേക്കും കൊണ്ടുവരും. റിലാക്സ്. നിങ്ങളുടെ ശ്വസനത്തിൽ മാത്രമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസം വലിച്ചെടുക്കുകയും വലിച്ചുവിടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശ്വസനത്തിൽ മാത്രമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നന്നായി റിലാക്സ് ചെയ്യാം. റിലാക്സ്. അവകാശം കണ്ണുകൾ തുറക്കുക. രണ്ട് കരങ്ങൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ശരിക്കും നന്നായിട്ട് റബ്ബ് ചെയ്യുക. രണ്ട് കരങ്ങൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക. സോ നെറ്റി മുതൽ മുഖം മുഴുവൻ നന്നായിട്ട് മസാജ് ചെയ്യുക. സോ നമ്മളുടെ ഈ ഒരു സെഷന്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ഒരു ചായക്കപ്പിന്റെ കഥയിലൂടെയാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. ചെറിയ സ്റ്റോറിയിലൂടെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരിക്കൽ അന്ധനായ ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിനെ കാണാൻ പോയി. സന്ധ്യാസമയമാണ്. അങ്ങനെ സുഹൃത്തിനെ കണ്ടിട്ട് തിരികെ പോകാൻ ശ്രമിക്കുമ്പോൾ സുഹൃത്ത് ഈ അന്ധനായ മനുഷ്യന്റെ കയ്യിൽ ഒരു വിളക്ക് കൊടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അന്ധനായ എനിക്കെന്തിനാണ് വിളക്ക്? കണ്ണു കാണാത്ത എനിക്കെന്തിനാണ് വിളക്ക്? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നീ തെരുവിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റ് യാത്രക്കാർ നിന്റെ ദേഹത്ത് വന്ന് തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളക്ക്. ഇയാൾ ആ വിളക്കുമായി മുന്നോട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു യാത്രക്കാരൻ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് വന്ന് തട്ടി. അപ്പോൾ ഈ കണ്ണു കാണാത്ത മനുഷ്യൻ ചോദിച്ചു, എന്റെ കയ്യിൽ വിളക്കിരിക്കുന്നത് കണ്ടില്ലേ, എന്നിട്ടും എങ്ങനെയാണ് നിങ്ങൾ എന്റെ ദേഹത്ത് വന്ന് തട്ടിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാത്രക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലെ വിളക്ക് അണഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലെ വിളക്ക് അണഞ്ഞു പോയിരിക്കുന്നു. സന്ദേശം ഇതാണ്: ജീവിതത്തിൽ വിളക്കുകളാകുക എന്നുള്ളതല്ല, മറിച്ച് പ്രകാശം പരത്തുന്ന വിളക്കുകളാകുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം. അങ്ങനെ പ്രകാശം പരത്തുന്ന വിളക്കുകളായി എല്ലാവരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കോഫി ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു സെഷനിലേക്ക് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുന്നതിന് അവസരമൊരുക്കിയ എല്ലാ സുഹൃത്തുക്കളോടുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷാജി സാർ. വളരെ മനോഹരമായ ഒരു സെഷൻ. ആറ്റിറ്റ്യൂഡ്, മൈൻഡ് സെറ്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. രണ്ടു തരം ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ ഓരോ ദിവസത്തിൽ കൊണ്ടുവരണമെന്ന് വളരെ വിശദമായിട്ട് തന്നെ സാർ പറഞ്ഞു തന്നു. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളല്ല, മറിച്ച് ആ പ്രശ്നങ്ങളോട് നമ്മൾ കാണിക്കുന്ന മനോഭാവമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും ഈ സെഷനെ കുറിച്ച് now we are going for the feedbacks about this session. സാറേ ഞാൻ പറയട്ടെ, നഷിദ ബീവി.
നിശ്ചിതമേ പറഞ്ഞോളൂ. ഒരറ്റത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സാറിന്റെ നല്ലൊരു എക്സലന്റ് സെഷനായിരുന്നു. പ്രകാശം പരത്തുന്ന വിളക്കുകളായി മാറാനുള്ള ടിപ്സുകൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജീവിതത്തിൽ എന്തായാലും പകർത്തും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു നിശ്ചിതമൻ, താങ്ക് യു വെരി മച്ച്. അടുത്തതാര ഫീഡ്ബാക്ക് പറയുന്നത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഒരാൾ പറഞ്ഞോളൂ. കേക്കാവോ? കേൾക്കാം. ശ്രീജന JCI ബാലുശ്ശേരി. ശബ്ദം കേട്ടാൽ ഞങ്ങൾക്കറിയാം. ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാല് ലാസ്റ്റ് പറഞ്ഞ ഒരു സ്റ്റോറി അത് ഞാൻ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്നത്. കാരണം നമ്മള് എന്താ പറയാ വെളിച്ചം കൊണ്ട് നടക്കുന്ന ആളെന്നുള്ളത് ഉപരി മറ്റുള്ളവരിലേക്ക് ഒരു വെളിച്ചം പകരാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു സക്സസും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. സാർ വളരെ വ്യക്തമായി പറഞ്ഞു. നന്ദി. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. രഞ്ജിത്ത് സാർ പറഞ്ഞോളൂ. സാർ എല്ലാവർക്കും നമസ്കാരം. സാർ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. ഓക്കെ സാർ, മൈൻഡ്ഫുൾനെസ് സാറ് പ്രാക്ടീസ് ചെയ്തതും വളരെ ഇഷ്ടമായി. താങ്ക് യു സാർ. താങ്ക് യു രഞ്ജിത്ത് സാർ, താങ്ക് യു. ബേബി മാഷ പറഞ്ഞോളൂ. സാറേ ഞാൻ പറയുന്നു. ഷായ് സാറേ നന്നായിരുന്നു, അഭിനന്ദനങ്ങൾ. നമ്മൾ പ്രകാശം പരത്തുന്ന വിളക്കുകളാകുക, അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ വിളക്കുണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നമ്മുടെ മൈൻഡ് സെറ്റ് മറ്റുള്ളവർക്കും കൂടെ സന്തോഷം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണമെന്ന് സാർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, അപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ക്ലാസ് ഉപകാരമായി. ഒത്തിരി നന്ദി സാർ, അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു ബേബി മാഷ്, താങ്ക് യു. അംബിക ടീച്ചറാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അടുക്കളയിൽ നിന്നാണ് രാവിലെ, ഇപ്പൊ ഇത്തിരി തിരക്കാണ്, എന്തെങ്കിലും പറയണം. അപ്പോ ഷായ് സാർ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സെഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. സാർ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഞങ്ങളിലേക്ക് അതൊരു മെസ്സേജ് പാസ് ചെയ്യാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വിളക്കുകളാകണം എന്നുള്ളൊരു മെസ്സേജ് സാറ് വളരെ എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഒരുപാട് സെഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഓരോ സെഷനും ഓരോ പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പൊ സാറിന്റെ സെഷൻ വളരെ എഫക്റ്റീവാണ്. താങ്ക് യു സാർ. താങ്ക് യു അംബിക ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. സജന അലി മാം, പെരിന്തൽമണ്ണ എന്ന്, ലേഡീസ് ഫസ്റ്റ്. ഗുഡ് മോർണിംഗ് ഷാജി സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. കേട്ടത് ഒരിക്കലും മറന്നു പോവാത്ത രീതിയിലാണ് സാറ് പ്രസന്റ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ സാവധാനം പറഞ്ഞു തന്ന്. അതൊക്കെ താങ്ക് യു സാർ. ലാസ്റ്റ് പറഞ്ഞത് എല്ലാവരും എടുത്തിട്ടുണ്ട്, മറ്റുള്ളവർക്കും കൂടി പ്രകാശമാവുക എന്നുള്ളത്. താങ്ക് യു സാർ. താങ്ക് യു സജിന മാം. നൗ റൌ സാർ, അതിനുശേഷം നജില മാം, ഹേമ മാം. ഓക്കെ, റൌ സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ആറ്റിറ്റ്യൂഡ് ശരിക്കും നമ്മൾ വർക്ക് പ്ലേസിൽ കാണുന്നതാണ്. ചില നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ എല്ലാ സ്കില്ലെല്ലാം ഉണ്ടാവും, പക്ഷെ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കാരണം ആർക്കും കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ സാർ പറഞ്ഞ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരെ, നമ്മളെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കും ഒരു പോസിറ്റീവ്നെസ് എപ്പോഴും ഉണ്ടാവുന്നുള്ളത് അതും അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ്. താങ്ക് യു സാർ. നല്ലൊരു സെഷൻ എടുത്തതിന് വീണ്ടും കൂടുതൽ സെഷനുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു റൌ സാർ, താങ്ക് യു വെരി മച്ച്. നജില മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ഷായ് സാർ. സാർ എക്സലന്റ് സെഷൻ ആയിരുന്നു. കാരണം അത് നമ്മളുടെ എന്താണ് പ്രോബ്ലങ്ങളില്ലാത്ത മനുഷ്യരില്ല, അത് നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സാറ് പറഞ്ഞു തന്നത്. അത് ആ തുടക്കത്തെ സ്റ്റോറി അത് തന്നെയാണ്. നമ്മൾ എങ്ങനെ നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളതും, നമ്മൾ മാറിയതിന് ശേഷം മാത്രമല്ലേ ഉള്ളൂ നമുക്ക് മറ്റൊരാൾക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയത്തുള്ളൂ.
അതിൽ ആ സ്റ്റോറി എൻഡ് അത് വളരെ നല്ലതായിരുന്നു. സൂപ്പർ സെഷൻ സാർ, സൂപ്പർ. ഇനി ഇതുപോലെ നല്ല സെഷൻസുമായിട്ട് വരിക. എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു നജില മാം. ഹേമ മാം പറഞ്ഞോളൂ. ഈ ഒന്നും പറഞ്ഞ ഹേമ മാം ഇന്നലെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ കേൾക്കുന്നില്ലേ ഹേമ മാം? ഞാൻ കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് അവിടെ ആരോ സംസാരിച്ചു, അതാ നിർത്തിയത്. പറഞ്ഞോളൂ. അത് ചിലപ്പോഴൊക്കെ ഉണ്ടാവും, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, താങ്ക് യു സാർ. ഷാജി സാർ, ഞാൻ ഹേമർദിനി പ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്. അടിപൊളി സെഷൻ ആയിരുന്നു, സൂപ്പർ സെഷൻ. എനിക്ക് പനിയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന് കോഫി ടോക്കിന് സാർ തന്നത്. സൂപ്പർ സെഷൻ. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. സൂസൻ മാം. യെസ്, ഗുഡ് മോർണിംഗ് ഷാജി സർ. എക്സലന്റ് സെഷൻ. വളരെ മനോഹരമായിട്ട് സാർ അത് എടുത്തു. നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ എങ്ങനെ അകറ്റി നിർത്താമെന്നുള്ള അതിന്റെ എല്ലാ സ്റ്റെപ്സും, അതുപോലെ പോസിറ്റീവ് തോട്ട്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, പോസിറ്റീവായിട്ട് ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ഫ്രെയിം, നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെയുള്ള കാര്യം വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അതുപോലെ പ്രകാശമുള്ള വിളക്കുകളായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതും, വിളക്ക് മാത്രം കയ്യിലുണ്ടായാൽ പോരാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് സാർ പറഞ്ഞു തന്നു. പിന്നെ ഏറ്റവും അവസാനം ഒരു സിഗ്നേച്ചർ ഇടുന്നത് പോലെ ഒരു മെഡിറ്റേഷനും കൂടെ ഉണ്ടായിരുന്നു. അതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സൂസൻ മാം. താങ്ക് യു. മധു സാർ, ആലപ്പുഴയിൽ നിന്ന് മധു സാർ പറഞ്ഞോളൂ. നമസ്കാരം ഷാജി സാറേ. നല്ലൊരു സെഷൻ ആയിരുന്നു. രാവിലെ ചെറിയൊരു കപ്പുമായി വന്ന് ചെറിയ മാർഗനിർദ്ദേശങ്ങളിലൂടെയും ചെറിയ കഥകളിലൂടെയും ചെറിയൊരു ധ്യാനത്തിലൂടെയും ഞങ്ങളുടെ എല്ലാം മനസ്സ് നിറയ്ക്കുവാനും പോസിറ്റീവ് എനർജി നൽകുവാനും സാറിൻ്റെ ഇന്നത്തെ സെഷനെ പരിപൂർണമായും കഴിഞ്ഞു. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു സാറേ. താങ്ക് യു മധു സാർ. ആളുണ്ടോ? പറഞ്ഞോളൂ. ഡോക്ടർ സജിത്ത് ഉണ്ട്, പറഞ്ഞോളൂ. പറയട്ടെ. സജിത് സാർ പറഞ്ഞോളൂ. ഷാജി സാറേ, ആളെ മനസ്സിലായോ? ഓർമ്മയുണ്ടോ? ഞാൻ ഇന്ന് സെഷൻ ആക്ച്വലി സെഷനായോണ്ടാന്ന് കയറിയത്. വേറെ തിരക്കുണ്ടായിരുന്നു, പക്ഷെ മാറ്റി സാറിനെ ഒന്ന് രാവിലെ കേട്ടിട്ട് പോകാം എന്ന് കരുതി. നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രെയിനറുടെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറുടെ ഒരു സെഷൻ, അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നോർമലി നമ്മൾ JCA ട്രെയിനേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കേരള ട്രെയിനേഴ്സിന്റെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായി ബഹളം വയ്ക്കുന്ന ഒരു കൾച്ചറുണ്ട്. ഈ ഓവർ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സ്റ്റോറീസ് ഒക്കെ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു രീതി, പല ആൾക്കാരിൽ ആ ഒരു രീതി കാണുന്നത്. അതിൽ നിന്നൊക്കെ സാറിന് വ്യത്യസ്തമായി ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, സാറിന്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ്, അനേകം ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്ത് കണ്ടന്റ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആ കണ്ടന്റ് എങ്ങനെ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതായിരുന്നു സാറ്. വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ആ കേൾക്കുന്ന ആൾക്കാർക്ക് ഒട്ടും തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പോയിന്റ്സും ടൈം എടുത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്ത്, പലപ്പോഴും നമുക്ക് അത് കിട്ടാറില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പോയിന്റ് കൊണ്ടുവരുന്ന കണ്ടന്റ് മുഴുവൻ എത്രയും ആ ഒരു ടൈം ലിമിറ്റിനകത്ത് മുഴുവൻ ഈ അമ്മ ചോറ് പാത്രത്തിൽ നിറയെ ചോറെടുത്തിട്ട് ഉരുട്ടി കുഞ്ഞിന് മൊത്തം ചോറ് പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കണക്ക് സെഷൻ എടുത്ത് പോകാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വേണ്ടത് വളരെ സാവകാശം കുഞ്ഞിന് ഓരോ ഉരുളയും കഴിച്ച് ചവച്ച് ഇറക്കാനുള്ള സമയം കൊടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ഓരോ പോയിന്റും മനസ്സിലാക്കി പോകാനുള്ള ടൈമുണ്ട്. അതിനൊപ്പം അത് ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. അത് ഞാൻ പറഞ്ഞത് ആ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20 years ആവില്ലേ സാർ നമ്മൾ തമ്മിലുള്ള ഒരു പരിചയം? അന്ന് മുതൽ നമുക്കറിയാം. കായംകുളത്ത് നമ്മൾ ഒരുമിച്ച് പലയിടത്തും സെഷനായിട്ട് പോയിട്ടുള്ളതും ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് മുതൽ സാറിനെ അറിയുന്നതാണ്. ആ ഒരു ഇത്രയും കാലത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് കൃത്യമായിട്ട് സാറിന്റെ ആ ഒരു സെഷനിലും പ്രസന്റേഷനും ഉണ്ട്. അപ്പൊ ഇത് നമുക്കും മറ്റ് ട്രെയിനേഴ്സിനും ഫോളോ ചെയ്യാവുന്ന രീതിയാണ്. ആക്ച്വലി ഞാൻ ആ ഒരു ഇത് പറയുന്ന ട്രെയിനേഴ്സിന്റെ പൊതുവിൽ കാണുന്ന രീതി, നമുക്ക് ആ വേദിയിൽ നമ്മൾ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെല്ലാം കിട്ടുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരി എൻ്റെ അറിവ് മുഴുവൻ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലൊരു പ്രസന്റേഷൻ, അത് ഒഴിവാക്കിയിട്ട് 10 പോയിന്റ് കൊണ്ടുവന്ന് നമുക്ക് 5 പറയാൻ പറ്റില്ല, മതി 5 മതി. ആ 5 പോയിന്റിൽ ഒരു പോയിന്റെങ്കിലും അവർക്ക് കിട്ടുന്ന രീതിയിൽ
സാർ നമ്മുടെ നിങ്ങൾ നാളെ മുതൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ഒന്ന് എഴുതാൻ പറഞ്ഞു. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രസന്റേഷൻ വണ്ടർഫുൾ സെഷൻ സാർ. താങ്ക് യു ഷാജി സാർ. കുറെ കാലങ്ങൾക്ക് ശേഷം ഓൺലൈനിലൂടെ ആണെങ്കിൽ സാറിന് കാണാൻ കഴിഞ്ഞാലും വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോ കൊല്ലത്തല്ല സാർ, ഇപ്പൊ വർക്കല എസ് എൻ കോളേജിലാണ്. Thank you, Dr. Sajid. Thank you for a valuable feedback. മനോജ് സാർ പറയട്ടെ? മനോജ് സാർ പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. സാർ, ഇന്നത്തെ സെക്ഷൻ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും ഏതൊരു വ്യക്തിക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതിന് പകരം പലവരും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും പല കാര്യങ്ങളും ചെയ്തു വരുന്നെങ്കിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൽ ഓരോന്നും വിട്ട് സാർ വളരെ പ്രസന്റേഷൻ മോഡുലേഷൻ വളരെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഇന്ന് എക്സലൻറ്റ് സെക്ഷൻ ആയിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കയറിയ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ആയതുകൊണ്ട് എന്തായാലും ഇന്ന് ഈ സാറിൻ്റെ നടക്കുന്ന സമയത്ത് എനിക്ക് എഴുതാൻ പറ്റിയില്ല ക്ലാസ്. അതേപോലെ ഇതിൽ നിന്ന് സാറിനെ ഇന്ന് സെലക്ട് ചെയ്ത ആരാണോ ഇന്നത്തെ സെഷനിലേക്ക് സാറിൻ്റെ കൂടി ഇൻവൈറ്റ് ചെയ്ത് അവർക്കും സാറിൻ്റെ സെഷനും സാറിന് പ്രത്യേകമായ കൺഗ്രാറ്റ്സ്. താങ്ക് യു വെരി മച്ച്. അബേൻ സാർ, വളരെ അബേൻ സാറിന്റെ ശബ്ദം കേൾക്കുന്നത്. സമയം പറഞ്ഞോളൂ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറുടെ ക്ലാസ് കേൾക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. കാരണം സാറിന്റെ ആ വോയിസ് ടോണ്, ട്രെയിനറുടെ സ്റ്റൈല്, കഥയൊക്കെ പറയുമ്പോൾ ആ കറക്റ്റ് ടോണിലാണ് സാർ പറഞ്ഞത്. ആദ്യം തന്നെ അത് പറഞ്ഞ എല്ലാം ടോണാണ് കറക്റ്റ്. അപ്പോൾ അത് വളരെ പയറ്റിത്തെളിഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ട് സാർ കവർ ചെയ്തത്, പല കാര്യങ്ങൾ കവർ ചെയ്തു സാർ. എല്ലാം ഒരുപാട് കാര്യങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു, പിന്നെ സ്റ്റോറി പറഞ്ഞു, എല്ലാം ചെയ്തു. ഇതാണ് ട്രെയിനിങ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു അനിൽ സാർ, താങ്ക് യു വെരി മച്ച്. അബ്സമയം പറഞ്ഞോളൂ. അതിന് അമ്പിളിദേവ് ഉണ്ട്, ജലീൽ മാസ്റ്റർ ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. അബ്സമയം പറയൂ. ഷാജി സാർ, സൂപ്പർ സെഷൻ. ഈ കാലഘട്ടത്തില് എന്നെ പോലുള്ള പബ്ലിക് വർക്കർമാർക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല സെഷൻ. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രകാശ ചൊരിയുന്ന വിളക്കുകളായി മാറാൻ കഴിയട്ടെ. ഈ കോഫി ടോക്കിൽ എല്ലാവർക്കും ഓൾറെഡി അങ്ങനെ തന്നെയാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്പുള്ള ഒരു സംഘടനയാണ് നമ്മുടെ ഈ കോഫി ടോക്ക്. അത് അങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു അബ്സമയം. താങ്ക് യു വെരി മച്ച്. അമ്പിളിദേവ് ആണെന്ന് തോന്നുന്നു ഷാജി സാറിനെ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ഷാജി സാർ. എക്സലന്റ് സെഷൻ. പിന്നെ സാർ ഭയങ്കര ശാന്തമായിട്ട് ഇടപഴകുന്ന ഒരാളാണ്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാമായിരിക്കും. അതുപോലെ തന്നെ അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് സാർ. താങ്ക് യു സോ മച്ച്. എക്സലന്റ്. താങ്ക് യു അമ്പിളി. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻട്രൊഡ്യൂസിങ് ഷാജി സാർ. പിന്നെ ജലീൽ മാഷ് പറയാൻ വന്നതായിരുന്നല്ലോ. ഷാജി സാർ, പറയട്ടെ? ഷാജി സാർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഷാജി സാറിന്റെ ആ ഒഴുക്കുന്ന ആ സൗണ്ടും വാക്കുകളൊക്കെയും വളരെ എന്തായാലും അത്രയും നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയെന്നുള്ളതാണ്. സാറുടെ വാക്കുകളൊക്കെ വളരെ പവർഫുൾ ആണ്. പിന്നെ ഓരോന്നിനും ഓരോ എക്സാമ്പിൾസ്, അതാണ് അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത സാധനം. മനസ്സിൽ നിന്ന് പോകുന്നില്ല, അവസാനത്തെ ആ സ്റ്റോറി വരെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്ന സാധനമാണ്. താങ്ക് യു സാർ. പിന്നെ എനിക്ക് ആ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സയൻസ് എന്തോ സാറ് പറഞ്ഞല്ലോ, അത് എനിക്ക് എന്തോ അപ്പം ഒരു കട്ടായി പോയി എന്ന് മനസ്സിലായി. എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു സാർ. സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗുഡ്. താങ്ക് യു ജലീൽ മാഷ്. താങ്ക് യു വെരി മച്ച്. ഇനി ആരും പറയാനില്ലെന്ന് തോന്നുന്നു. 8:11 ഓക്കെ, അപ്പോ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് നന്ദി. നമുക്ക് അടുത്ത സെഷൻ ഷാജി സാറ് എല്ലാ പ്രോഗ്രാമുകൾക്കും ശേഷം ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാവും. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, അത് ജനറൽ നോളജ് ആവാം, എന്തെങ്കിലും തമാശ രൂപത്തിലുള്ള ചോദ്യങ്ങളാവാം, ചിന്ത, ചിരി, വിജ്ഞാനം, ഇതിനൊക്കെ ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നത് നേരിട്ടാവും, ഒരു പക്ഷെ ചാറ്റ് ബോക്സിലൂടെ ആവും. പക്ഷെ ആൻസർ ചെയ്യുന്നത് ചാറ്റ് ബോക്സിലൂടെ മാത്രം. പിന്നെ ഓരോ ചോദ്യങ്ങൾക്കും 100 പോയിന്റ്സ് ആണ് കിട്ടുന്ന ഉത്തരങ്ങൾക്ക്. അപ്പോ
അവർ സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് നമ്മൾ ഓണർ ചെയ്യും. അവരുടെ മനോഹരമായ ഒരു പിക്ചർ വെച്ചിട്ട് ഒരു പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കും. അത് എല്ലായിടത്തേക്കും നമ്മൾ സർക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയിലെ വിന്നർ, അതിന് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആള് സ്റ്റാർ ഓഫ് ദ വീക്ക് ആയിരിക്കും. അവരും ഇതേപോലെ നല്ല പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കിയിട്ട് ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കും. അമേരിക്കയിലും ന്യൂസിലാൻഡിലും മലേഷ്യയിലൊക്കെ നമ്മൾ ആ പിക്ചർ പ്രചരിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യത്തിന് മുമ്പ് ഇതുവരെ ഓരോ ദിവസം വിന്നറായവരുടെ പേര് ഞാനൊന്ന് പറയാം. ഒന്ന് ഷാഹിദ ടീച്ചറാണ്, പിന്നെ അസീസ് വിളംബരമാണ്, ബേബി മനോജ് സാർ, രഞ്ജിത്ത് മാർക്കോസ്, ഇവരൊക്കെയാണ് ഇതുവരെ വിൻ ചെയ്തിട്ടുള്ളത് ഈ ആഴ്ചയിൽ. അപ്പോ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്നത്തെ ചോദ്യം ഉത്തരം പറയുന്ന ആളായിരിക്കും വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പങ്കെടുക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിൻ ചെയ്താല് അവർ വോട്ട് ഓഫ് താങ്ക്സ് പറയണം. ഇന്നത്തെ സെഷന്റെ, അതായത് ഷാജി സാറിന്റെ സെഷന്റെ വോട്ട് ഓഫ് താങ്ക്സ് ഇന്നത്തെ വിന്നർ ആയിരിക്കും പറയുക. എല്ലാവർക്കും പറയാൻ സാധിക്കും, കാരണം നമ്മുടെ പ്ലാറ്റ്ഫോം അങ്ങനെയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സും അവരുടെ നല്ല പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ അത് നമ്മളിലേക്ക് തന്നെ ഒരു കയറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വോട്ട് ഓഫ് താങ്ക്സും ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ വളരെ ഈസിയാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഞാനൊരു ഫോട്ടോ കാണിക്കും, എന്റെ പ്രൊഫൈലിലേക്ക് നോക്കിയാൽ മതി. ആ ഫോട്ടോ ഏത് ജില്ലയിലാണ് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മതി. ബിൽഡിംഗ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ തിരിച്ചറിയാൻ സാധിക്കുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. എന്നാലും ഞാൻ കാണിക്കുന്ന ഫോട്ടോ കേരളത്തിലെ ഏത് ജില്ലയിലാണെന്ന് ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ഉടനെ ആൻസർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആരും ആൻസർ ചെയ്യണ്ട. ദെൻ യു ക്യാൻ സീ ദിസ് പിക്ചർ. കണ്ടോ, ഇത് കേരളത്തിലെ ഏത് ജില്ലയിലാണെന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ആൻസർ വന്നു തുടങ്ങി. ട്രിവാൻഡ്രം ഉണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. അബ്ദുൾ റൌഫ് സാർ ട്രിവാൻഡ്രം, രഞ്ജിത്ത് മാർക്കോസ് സാർ എറണാകുളം, ബിന്ദു ബയോളജിസ്റ്റ് ട്രിവാൻഡ്രം, ശ്രീജന ടീച്ചർ ട്രിവാൻഡ്രം. പിന്നെ നസീന മാം കൊച്ചി. ജില്ലയാണ് ചോദിച്ചിട്ടുള്ളത്, കൊച്ചി എഴുതാൻ തീരെ പറ്റില്ല. പിന്നെ ജോയ് പി ഒ എറണാകുളം, അബ്ദുൾ റഫൂഫ് കൊച്ചി സാർ. കൊച്ചി വീണ്ടും എഴുതിയിരിക്കുന്നു, ആദ്യം തിരുവനന്തപുരം എഴുതി. അപ്പൊ റൈറ്റ് ആൻസർ നമുക്ക് നോക്കാം. രഞ്ജിത്ത് മാർക്കോസ്, ഇന്നലത്തെ വിന്നറായിട്ടുള്ള രഞ്ജിത്ത് മാർക്കോസ് ആണ് റൈറ്റ് ആൻസർ ആദ്യം എഴുതിയിരിക്കുന്നത്. എറണാകുളത്ത്, കൊച്ചിയിലുള്ള ഹൈക്കോടതി ബിൽഡിംഗ് ആണ്. ഓക്കെ, ഹൈക്കോർട്ട് ഓഫ് കേരള. ഓക്കെ, താങ്ക് യു ഓൾ പാർട്ടിസിപ്പൻസ്. താങ്ക് യു വെരി മച്ച്. വിന്നർ രഞ്ജിത്ത് സാർ, യു വിൻ അഗൈൻ. പിക്ചർ കണ്ടില്ല, പിക്ചറൊക്കെ കണ്ടു. ആ ചോദ്യത്തിന് ശേഷം കണ്ടവരും ശ്രദ്ധിച്ചവരുമാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാരും കണ്ടു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവർ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ. പിക്ചറിൽ ഹൈക്കോടതി ബിൽഡിംഗ്, അതായത് കൊച്ചിയിലെ ഹൈക്കോടതിയുടെ ബിൽഡിംഗ് ആണ് കാണിച്ചത് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോ നമ്മളുടെ സെഷൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാനായി. ഒരു മിനിറ്റ്, 1 minute. അങ്ങനെ വളരെ മനോഹരമായ ഒരു സെഷൻ. അപ്പോ ഇന്ന് രഞ്ജിത്ത് സാറ് വോട്ട് ഓഫ് താങ്ക്സ് പറയണേ. ഞാൻ നോക്കുവാണേ, പോസ്റ്റർ നോക്കുവാണ് ഞാൻ. ട്രെയിനർ ഷാജി മാരൂർ സാർ. പിന്നെ നമ്മളെ പേരൊന്നും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഷാജി മാരൂർ സാറാണ് ട്രെയിനർ. അദ്ദേഹത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. പിന്നെ പാർട്ടിസിപ്പൻസിനും. ഓക്കെ സാർ. ഇനി ഇതുപോലുള്ള മത്സരങ്ങൾക്ക് പങ്കെടുക്കും ഇങ്ങനെ ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ല സാർ, ഞാൻ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴല്ലേ ഇത് ചെയ്തിരുന്നത്. ശരി സാർ. ഈ ഭാരിച്ച കർത്തവ്യം മനോജ് സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഭാരിച്ച കർത്തവ്യം ഞാൻ നിർവഹിക്കുകയാണ്. തെറ്റുകൾ ക്ഷമിക്കുക. തീർച്ചയായും. ഓക്കെ സാർ, ഇതിലെ ഇന്നത്തെ വളരെ മനോഹരമായൊരു സെഷൻ, ആദ്യം നമ്മുടെ ട്രെയിനർ ആയ ഷാജി മറൂർ സാറിനെ പറ്റി പറയട്ടെ. സാറിന്റെ സെഷൻ എല്ലാവർക്കും, ഈ ഒരു കോഫി ടോക്കിലെ ഒരു കോഫി സെഷൻ, അത് വളരെ അറിവ് പകരുന്നതും, അതുപോലെ തന്നെ സജിത് സാർ പറഞ്ഞ പോലെ സാറിന്റെ ഓരോ നിർത്തി ഉള്ള ഒരു സംസാരവും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ തരുന്ന ആ സമയവും, അതെല്ലാം എല്ലാവർക്കും ഒരു മാതൃകയാക്കാവുന്നതാണ്. അതോടുകൂടി സാറിനുള്ള നന്ദി ആദ്യമായി അർപ്പിക്കുന്നു സർ. സാറിൽ നിന്ന് ഇനിയും പലതും പഠിക്കാനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ ഹോസ്റ്റ് ചെയ്ത ചെയർമാൻ നമ്മുടെ മനോജ് സാറിനുള്ള നന്ദിയും അർപ്പിക്കുന്നു. അതോടുകൂടി സാർ തന്നെയാണ് നമ്മുടെ ക്വിസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നത്. സാറിനുള്ള നന്ദിയും ഞാൻ അർപ്പിക്കുന്നു ഈ സമയത്ത്.
അതോടുകൂടി ഈ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും കോഫി ടോക്കിങ്ങിന്റെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ, അത് ഞാൻ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു സെഷൻ എടുത്തു. അപ്പൊ ആ സെഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ തയ്യാറായിരിക്കുന്നതും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോഴാണ് ഇതിന്റെ പുറകിൽ ഡെയിലി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്തുമാത്രം എഫേർട്സ് ഇതിൽ ഇടുന്നുണ്ടെന്നുള്ളത് അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. പറയുമ്പോൾ ഒരു വാക്കിൽ അത് പറയാൻ പറ്റില്ല. അത് ചെയർമാൻ ആകട്ടെ, അതിന്റെ പിന്നിലുള്ള പ്രസിഡന്റ്സ്, ഇത് മാറി മാറി ഇത് ഹോസ്റ്റ് ചെയ്യുന്നവര്, ഇവരുടെ എല്ലാം ഒരു ടൈം, എനിക്ക് തോന്നുന്നു ഇതൊരു ഡ്യൂട്ടി പോലെയാണ്. ഇത് നമുക്കൊരു ശമ്പളം കിട്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി പോലെയാണ് അവർ ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നതിൽ അവരെടുക്കുന്ന ഈ എഫേർട്സ്, ഇന്നത്തെ ചെയർമാനും അതുപോലെ തന്നെയുള്ള കോർഡിനേറ്റേഴ്സും അതുപോലെയുള്ള എല്ലാ പ്രസിഡന്റ്സ്, ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എപ്പോഴും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതൊരു വിരക്തിയായിരിക്കുമല്ലോ എന്നോർത്ത് അതുകൊണ്ട് അവരോടുള്ള ഒരു നന്ദി ഇല്ലായ്മയല്ല, നന്ദി കൂടുതലാണ് ഞാൻ ഇതിലൂടെ പ്രകടിപ്പിക്കുന്നതെന്നും കൂടി പറയുന്നു. അപ്പോൾ അത് ഇതിലൊന്ന് വന്ന ഒരു സെഷൻ എടുക്കുകയോ ഇതിലൊരു ഭാഗമാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളിടുന്ന എഫേർട്ടിന്റെ എത്രമാത്രം ഇരട്ടിയാണ് അവർ ഓരോ ദിവസം ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആ വ്യാപ്തി നമുക്ക് അന്നേരെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ കോഫി ടോക്കിന്റെ ഈ 947ാമത്തെ സെഷനിൽ വിലയേറിയ കമന്റ്സ് അതുപോലെ തന്നെ ഫീഡ്ബാക്കുകൾ അറിയിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിൽ സംബന്ധിച്ച ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിർവഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു രഞ്ജിത്ത് സാർ. രഞ്ജിത്ത് സാറിന് ഇരട്ടി മധുരാണ്. വോട്ട് ഓഫ് താങ്ക്സും പറയാൻ സാധിച്ചു, വിന്നർ ആവാൻ സാധിച്ചു. മാത്രമല്ല ഇന്നലെ അദ്ദേഹം തന്നെ ആയിരുന്നു വിന്നർ. അപ്പോൾ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ വീക്കിൽ ഒരു പക്ഷെ സാധ്യത രഞ്ജിത്ത് സാറിന് 200 പോയിന്റാണ്. ഇനി 2-3 ദിവസം കൊണ്ട് ഓവർടേക്ക് ചെയ്താൽ മാത്രമേ സാറിന്റെ ആ പൊസിഷൻ നഷ്ടമാകുന്നുള്ളൂ. എന്തായാലും പിന്നെ ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോമിലെ ഹാർഡ് വർക്ക് തിരിച്ചറിഞ്ഞ രഞ്ജിത്ത് സാറിന് വളരെയധികം സ്നേഹവും സന്തോഷവും. കാരണം ഓരോ ദിവസം നമുക്ക് ട്രെയിനറെ കിട്ടുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ചിലരൊക്കെ തയ്യാറായിട്ട്, ഡോക്ടർ സജിത്തിനെ പോലുള്ളവരും രഞ്ജിത്ത് സാറിനെ പോലുള്ളവരൊക്കെ തയ്യാറായിട്ട് ഞാൻ അടുത്ത സെഷൻ എടുക്കാന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അത് കൂടാതെ നമ്മൾ കുറെ അപ്രോച്ച് ചെയ്യണം ഓരോ ട്രെയിനേഴ്സിനെ. നാളെ ഒരു സെഷൻ എടുക്കുമോ, അടുത്ത ദിവസം എടുക്കുമോ, അപ്പൊ നാളെ പറ്റില്ല, മറ്റന്നാൾ പറ്റില്ല, അടുത്ത ആഴ്ച നോക്കാം. ആ അടുത്ത ആഴ്ച വിളിക്കുമ്പോഴും വീണ്ടും ഇതൊക്കെ തന്നെയാണ് പലരും പറയുന്നത്. എല്ലാവരും അങ്ങനെയല്ല, കുറെ പേര് അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാലും JCA ട്രെയിനേഴ്സ് ഒക്കെ വളരെ സ്നേഹപൂർവ്വം അനുഭവപൂർവ്വം ഇതൊക്കെ പരിഗണിക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം JCA എന്ന പ്രസ്ഥാനം ഒരു ട്രെയിനറെ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്നത് ഈ നിങ്ങൾ ട്രെയിനറായി തീർന്നാൽ ഈ സൊസൈറ്റിയോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, അത് തിരിച്ച് അവർക്ക് കിട്ടിയിരിക്കണം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ JCA ട്രെയിനേഴ്സും ഒരു പ്രതിഫലം എക്സ്പെക്ട് ചെയ്യാതെ തന്നെ ട്രെയിനിങ്ങിന് വരാറുണ്ട്. അത് ഈ വേളയിൽ അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് ട്രെയിനിങ് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഒരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു പ്രമുഖ ചെരുപ്പ് നിർമ്മാണ കമ്പനി. അതിനു മുമ്പ് ആരും വിട്ടുപോയില്ലല്ലോ നന്ദി പറയുന്നത്. അത് ചോദിക്കാൻ വിട്ടുപോയായിരുന്നു. ഇല്ലല്ലോ, നന്ദി പറയില്ലല്ലോ. ഇതിൽ ആരെങ്കിലും വിട്ടുപോയാൽ അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ചിലപ്പോ ചെയർമാനായിട്ടുള്ള എന്റെ പേര് തന്നെ വിട്ടുപോകാറുണ്ട്. ഒരു പരാതി ആർക്കും ഉണ്ടാവാറില്ല. പക്ഷെ ട്രെയിനറുടെ പേര് മാത്രം വിട്ടുപോകരുത്. കാരണം അദ്ദേഹം ഗസ്റ്റ് ആണ്. ട്രെയിനേഴ്സ് ഓൾവേസ് അവർ ഗസ്റ്റ്. അപ്പൊ അത് വിട്ടു പോകണ്ട. ബാക്കിയെല്ലാം ഹോസ്റ്റിംഗ് ടീമാണ്. അത് വിട്ടുപോയാലും ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു പ്രമുഖ ചെരുപ്പ് നിർമ്മാണ കമ്പനി അവരുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി 2 സെയിൽസ്മാൻമാരെ ഒരു ദ്വീപിലേക്ക് അയച്ചു. അവിടെയുള്ള വിപണി സാധ്യതകൾ പഠിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആദ്യത്തെ സെയിൽസ്മാൻ അവിടെ എത്തി ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ചു. അവിടെയുള്ള ആളുകൾ ആരും തന്നെ ചെരുപ്പ് ധരിക്കുന്നില്ല എന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ വളരെ നിരാശയോടെ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, അതുകൊണ്ട് ഇവിടെ നമുക്ക് യാതൊരു ബിസിനസ് സാധ്യതയും ഇല്ല, ഞാൻ നാളെ തന്നെ തിരികെ പോരുകയാണ്. എന്നാൽ രണ്ടാമത്തെ സെയിൽസ്മാൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് ഇതേ കാഴ്ച തന്നെയായിരുന്നു. പക്ഷെ അയാളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. അയാൾ അതിയായ ആവേശത്തോടെ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ആരും തന്നെ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ നമുക്ക് വളരെ സാധ്യതയാണുള്ളത്. ഈ ദ്വീപിലുള്ള എല്ലാവർക്കും നമുക്ക് ചെരുപ്പുകൾ വിൽക്കാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് ഏറ്റവും വലിയ സ്റ്റോക്ക് ഇങ്ങോട്ട് അയക്കുക. അതായത് ഒരേ സാഹചര്യത്തെ 2 പേർ എങ്ങനെയാണ് കാണുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ആൾ ആ സാഹചര്യത്തെ ഒരു തടസ്സമായിട്ടാണ് കണ്ടത്. രണ്ടാമത്തെ ആൾ അതൊരു മികച്ച അവസരമായിട്ട് കണ്ടു. അതാണ് ഈ ഒരു സെഷനിൽ തന്നെയാണ് പ്രതിസന്ധികളിൽ
അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് ശരിയായ മനോഭാവം അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്ത് സംഭവിക്കുന്നു എന്നതിലല്ല, അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JCA നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽ ഫെയർ അഡ്ജൻസ്. താങ്ക് യു very much. Shaji sir, thank you very much. All the participants, thank you. Thank you, Manoj sir. Thank you, Shaji sir. Thank you all. Thank you so much. മനോജ് സാറ് നേരത്തെ പറയണ്ടായിരുന്നു രഞ്ജിത്ത് സാർ ആയിരിക്കും വീക്ക് എന്താണ് സ്റ്റാർ ഓഫ് ദ വീക്ക് എന്ന്. പക്ഷെ അർജന്റീനയൊക്കെ അങ്ങനെയൊന്നുമല്ല, അവസാന നിമിഷമാണ് കയറി വരാറ്. ഒരു ഗോളൊക്കെ ഞാൻ എന്റെ ഒരു പ്രവചനം പറഞ്ഞു, എന്റെ ഒരു പ്രവചനം. കാരണം ആളെ എല്ലാ ദിവസവും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്, സാധ്യത ഉണ്ടെന്നുള്ള ഒരു പ്രവചനം മാത്രമാണ്, ആയിക്കോളണമെന്നൊന്നുമില്ല. ആവട്ടെ സാറേ, അവതരണ ആഗ്രഹം തമാശ പറഞ്ഞതാണ്. സാറെ ഷർട്ട് ഇടാണ്ട് എക്സസൈസ് ചെയ്തോണ്ടിരുന്ന ഞാനാണ്, ഓടിപ്പോയി ഒരു ഷർട്ട് എടുത്തിട്ട്. ഹലോ ഷാജി സാർ പോയോ? അബ്ദുൾ സാറേ, വിശ്വാസമല്ലേ, അതല്ലേ